ഇനി ഓരോരുത്തരും പഠിച്ചോ. ഇതുപോലെ നമ്മള് റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആരും നിക്കത്തില്ല. ക്യാരക്ടറാ, നീ ഇത് കണ്ടോ ഇവന്റെ അവസ്ഥ. നീ മലയാള സിനിമ പോയിക്കോളൂ. മലയാള സിനിമ ഭരിക്കും. പറ മലയാള സിനിമയിൽ പെരേര ഭരിക്കും. ആരാണ് അറിയില്ല. ഫീൽഡ് ഔട്ട് അല്ല പെരേര ഫീൽഡ് ഔട്ട് അല്ല. ഫീൽഡ് ഔട്ട് പറ. ഫീൽഡ് ഔട്ട്. 5 വർഷം പറ. ഫീൽഡ് ഔട്ട്. പറ. 6 ഫീൽഡ് ഔട്ട്. ആരിനെ വളർത്തിയത്? എനിക്ക് വളർത്തിയത് എങ്ങനെ? ആട്ടെ കണ്ടോ ഈ അവസ്ഥ തനിക്ക് വരും. തന്റെ കൂട്ടുകാരാണ് അഭിലാഷ്. ദിക്കിങ് സിനിമയിൽ പപ്പു സാറിന് ഓർക്കുക. ഫീൽഡ് ഔട്ട്. 5 വർഷം പറ. 6 ഫീൽഡ് ഔട്ട്. 5 വർഷം പറ. 6 ഫീൽഡ് ഔട്ട്. 6 ഫീൽഡ് ഔട്ട്. മലയാള സിനിമ ഭരിക്കും. പെരേര ഭരിക്കും. ഈ അവസ്ഥ നീ എല്ലാവർക്കും പാഠമാണ്. കാരണം നമുക്ക് കോമാളിത്തരം മാത്രമല്ല, അത്യാവശ്യം വയലൻസും അറിയാം. വീഡിയോ കൂടി ചെയ്യണമില്ല, അത് ഇടിച്ചിട്ടാണ് ഇട്ടേക്കണം. ഇനി ഓരോരുത്തരും പഠിച്ചോ. ഇതുപോലെ നമ്മള് റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആരും നിക്കത്തില്ല. എന്നെ പറ്റി മാത്രമല്ല അവൻ പറയണത്. സന്തോഷ് വർക്കി മലയാള സിനിമയെ പറ്റി ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. മലയാള സിനിമയെ പറ്റി ആൾക്കാരെ പറ്റി പറയണ നീ കൂടുവോ? നീ കൂടുവോ? ലാലേട്ടനെ പറ്റി മമ്മൂക്കയെ പറ്റി കുറ്റം ഇത് എല്ലാവർക്കും ഒരു പാടായിരിക്കണം. ഇപ്പൊ അഭിലാഷിന് നാളെ സന്തോഷ് വർക്കി കിട്ടായിരിക്കും. പിന്നെ അവന്റെ കൂട്ടുകാർ കിട്ടും. പണി വരുന്നുണ്ട്. അവരാച്ച പണി വരുന്നുണ്ട്. ക്യാരക്ടറാ, നീ ഇത് കണ്ടോ ഇവന്റെ അവസ്ഥ. നീ മലയാള സിനിമ പോയിക്കോളൂ. മലയാള സിനിമ ഭരിക്കും. പറ. മലയാള സിനിമയിൽ പെരേര ഭരിക്കും. ആരാണ് അറിയില്ല. ഫീൽഡ് ഔട്ട്. ഫീൽഡ് ഔട്ട്. ഫീൽഡ് ഔട്ട് അല്ല. പെരേര ഫീൽഡ് ഔട്ട് അല്ല. ഫീൽഡ് ഔട്ട് പറ. 6 ഫീൽഡ് ഔട്ട്. 5 വർഷം പറ. 6 ഫീൽഡ് ഔട്ട്. പറ. 6 ഫീൽഡ് ഔട്ട്. ആരിനെ വളർത്തിയത്? എനിക്ക് വളർത്തിയത് എങ്ങനെ? ആട്ടെ കണ്ടോ ഈ അവസ്ഥ തനിക്ക് വരും. തന്റെ കൂട്ടുകാരാണ് അഭിലാഷ്. ദിക്കിങ് സിനിമയിൽ പപ്പു സാറിന് ഓർക്കുക.